അമേരിക്കയിലെ പ്രതിഷേധക്കാർക്ക് നേരെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിസർജ്യം എറിയുന്ന തരത്തിലുള്ള വീഡിയോ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ട്രൂത്തിൽ പോസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിവാദം ഇപ്പോഴും അടങ്ങിയിട്ടില്ല, കത്തിപ്പടരുകയാണ്. അമേരിക്കൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രസിഡന്റ് ഇത്തരമൊരു വീഡിയോ പ്രചരിപ്പിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ നിർമ്മിക്കപ്പെട്ട വീഡിയോ ആണ് എങ്കിലും ഇത് എന്തിന് പ്രസിഡന്റ് പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് അമേരിക്കക്കാർ ചോദിക്കുന്ന പ്രസക്തമായിരിക്കുന്ന ചോദ്യം. രാജ്യത്തുടനീളം ഇപ്പോൾ ട്രംപിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നടപടി, തൊഴിൽ രംഗത്തുള്ള പിരിച്ചുവിടൽ, തൊഴിൽ രംഗത്തെ ഷട്ട് ഡൗൺ, ഇങ്ങനെ പോകുന്നു ഒരുപാട് പ്രതിഷേധത്തിൻ്റെ മാർഗങ്ങളും രീതികളും. അതിനിടയിൽ ലക്ഷക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്ന പ്രതിഷേധ മാർച്ചിൻ്റെ മധ്യേ അദ്ദേഹം തന്നെ വിമാനം പറത്തി വന്നുകൊണ്ട് മനുഷ്യ വിസർജ്യം വിതറുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് വൈറലാകുന്നത്. ചരിത്രത്തിൽ സമാനമായിരിക്കുന്ന ഒരു സംഭവം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്ന് അടയാളപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളുമാണ് അമേരിക്കയിൽ ഉടനീളം ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. 1776 ജൂലൈ മാസം 4-ാം തീയതിയാണ് അമേരിക്ക സ്വതന്ത്രമാകുന്നത്. ആ സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറെക്കുറെ 46 പ്രസിഡന്റുമാർ അമേരിക്കയിലുണ്ടായി. 45ാമത്തെ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നു. 46ാമത്തെ പ്രസിഡന്റായിട്ട് ജോ ബൈഡനാണ് കാണുന്നത്. അപ്പോൾ അത് പരിശോധിക്കുന്ന സമയത്ത് അദ്ദേഹം 2 പ്രാവശ്യം വന്നതുകൊണ്ട് 45ാം സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നാണ് കാണുന്നത്. ഏതായിരുന്നാലും 46 അമേരിക്കൻ പ്രസിഡന്റുമാരെ താരതമ്യം ചെയ്തുകൊണ്ടുള്ള വിശദീകരണ കുറിപ്പുകളും അഭിപ്രായ സർവേകളുമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത്രയും കാലത്തിനിടയിൽ അമേരിക്കയിലെ ജനങ്ങളെ ഇങ്ങനെ അപമാനിക്കപ്പെട്ട ഒരു പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഏറ്റവും വലിയ പ്രത്യേകത, അമേരിക്കയുടെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഈ പ്രവൃത്തി ചെയ്യുന്നത് ഇതാദ്യമായിട്ടൊന്നുമല്ല. പ്രസിഡന്റായി അധികാരമേറ്റതിന് മുൻപും അതിന് ശേഷവും ഇത്തരം വൃത്തികെട്ട രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം മാർച്ച് മാസത്തിൽ, ഈ വർഷത്തെ മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് അമേരിക്കയുടെ മുൻ പ്രസിഡന്റായ ബറാക്ക് ഒബാമയെ FBI അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് പുറത്തിറക്കിയത്. മുൻ അമേരിക്കൻ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുന്ന ഏറ്റവും ക്രൂരമായിരിക്കുന്ന രീതിയാണ് അതിലുടനീളം ഉണ്ടായിരുന്നത്. അങ്ങനെ അറസ്റ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ബറാക്ക് ഒബാമ ട്രംപിൻ്റെ കാലിൽ വീണുകൊണ്ട് മാപ്പ് ചോദിക്കുന്നതും രക്ഷപ്പെടുത്താൻ സഹായിക്കുന്നതുമായിരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. രാജ്യത്തെ ഒന്നടങ്കം അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വന്നത് എന്നുള്ള പ്രതിഷേധം അദ്ദേഹത്തിൻ്റെ ഭരണകക്ഷികൾ തന്നെ ആദ്യം ഉന്നയിച്ചു. ഇതിൻ്റെ ഈ പ്രതിഷേധങ്ങൾ രാജ്യത്തുടനീളം അലയടിച്ചു എന്ന് മാത്രമല്ല, രാജ്യാന്തര തലത്തിലും ഇതൊരു പ്രതിഷേധമായി തന്നെ കത്തിപ്പടർന്നു എന്നുള്ളതാണ്. 2024 കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ നാസി ജർമ്മനിയെ പിന്തുണയ്ക്കുന്ന തരത്തിൽ അദ്ദേഹം ഒരു വാക്ക് പ്രചരിപ്പിച്ചു. അതും ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചത് റൈക്ക് എന്നാണ് അത് പറയുന്നത്. സാധാരണഗതിയിൽ നാസി ജർമ്മനിയുടെ മുന്നേറ്റവുമായി ബന്ധപ്പെട്ട് അവർ ഉപയോഗിക്കുന്ന വാചകമായിരുന്നു ഇത്. അത് വലിയ പ്രതിഷേധമായി. ജർമ്മനിയെ വിമർശിക്കുന്ന, അല്ലെങ്കിൽ നാസി ജർമ്മനി എന്ന് പറയുന്ന സമയത്ത് ഹിറ്റ്ലറുമായിട്ട് ബന്ധപ്പെട്ട രീതിയാണ് വരുന്നത്. ജൂത വിഭാഗത്തു നിന്നാണ് വലിയ പ്രതിഷേധം ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടാകുന്നത്. അത് പിന്നീട് കൊടുങ്കാറ്റ് പോലെ വ്യാപകമായി അത് അലയടിച്ചു. ട്രംപിന് കൃത്യമായ രീതിയിൽ ഇതേക്കുറിച്ച് വിശദീകരണം നൽകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നു. ഏകദേശം 15 മണിക്കൂറിന് ശേഷം ആ വീഡിയോ അദ്ദേഹം തൻ്റെ സോഷ്യൽ ട്രൂത്തിൽ നിന്ന് നീക്കം ചെയ്തു എന്നുള്ളതാണ്. ഏറെക്കുറെ അതൊക്കെ അവസാനിച്ചപ്പോൾ പിന്നീട് മുൻ പ്രസിഡന്റായ ജോ ബൈഡനെ വിമർശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതായിരിക്കുന്ന ഒരു വീഡിയോ പുറത്തിറങ്ങി. അത് ജോ ബൈഡനെ ട്രക്കിൽ കെട്ടിയിടുന്ന ചിത്രമായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തെ വിചാരണ ചെയ്യുന്നു.
ട്രംപ് അതിൽ രാജാവിൻ്റെ വേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ തുടങ്ങുന്ന കുറച്ച് കാര്യങ്ങളാണ്. ട്രംപ് വിരുദ്ധ പ്രക്ഷോഭകാരികൾ അല്ലെങ്കിൽ ട്രംപ് വിരുദ്ധ പാർട്ടിക്കാർ, പ്രതിപക്ഷമടക്കമുള്ള സംഘം ആദ്യം തന്നെ പ്രതിഷേധമായിട്ട് വന്നു. അത് പിന്നീട് വ്യാപകമായി വിദ്യാഭ്യാസ മേഖലയിൽ പോലും, അതായത് കോളേജ് ക്യാമ്പസിൽ പോലും ഇതിനെതിരെ പ്രതിഷേധം നടന്നു എന്നാണ് അന്നത്തെ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ എതിർക്കുന്ന, വിമർശിക്കുന്ന ഏതൊരു വ്യക്തിക്കും രൂക്ഷമായിരിക്കുന്ന ആക്ഷേപഹാസ്യങ്ങൾ നൽകുക എന്നുള്ളത് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു വിനോദ പരിപാടിയാണ്. ആദ്യത്തെ, ഇതിനു മുൻപ് ട്രംപ് ഭരണത്തിൽ നിന്ന് പുറത്തു പോയ ആ സമയത്ത് ജോ ബൈഡൻ കയറുന്നതോടനുബന്ധിച്ച് വലിയ വിഷയം ഉണ്ടായിരുന്നു. അദ്ദേഹം അമേരിക്കയുടെ തലസ്ഥാന നഗരി വിട്ടുപോകുന്നില്ല, പ്രസിഡൻഷ്യൽ ഓഫീസിൽ നിന്ന് മാറുന്നില്ല എന്നതുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങൾ, വലിയ വിഷയങ്ങൾ അവിടെ നടന്നിരുന്നു. അപ്പോൾ ഇത്തരം ജാള്യമായിരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യരുത് എന്നുള്ളതും, ഒരു പ്രസിഡന്റ് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികപരമായ രീതിയിൽ ഓഫീസ് വിട്ടുകൊടുക്കുക എന്നുള്ള മര്യാദയാണ്. അത് ചെയ്യാതെ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് ഈ നല്ലതല്ല എന്നൊക്കെ അന്ന് തന്നെ വിമർശനം ഉണ്ടായിരുന്നു. അഥവാ കൃത്യമായ രീതിയിൽ ഒരു നിലപാടില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാറിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ഒരു നിലപാടിനോടൊപ്പം കൃത്യമായ രീതിയിൽ നിൽക്കാൻ വേണ്ടി സാധിക്കുന്നില്ല, പറഞ്ഞ കാര്യം പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല, പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനത്തെ ഒരുപാട് ന്യൂനതകൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റിന് ഉണ്ട് എന്നുള്ളതാണ്. എല്ലാ കാര്യവും ഒരു രാഷ്ട്രീയ വിമർശകനം എന്ന തരത്തിൽ ഉൾക്കൊള്ളാനും ആ രീതിയിലേക്ക് നീങ്ങാനും ഒക്കെ യഥാർത്ഥത്തിൽ പറ്റുന്നതാണ്. അത് ബൈഡൻ പറഞ്ഞ ഡയലോഗാണ്. എന്നാൽ ഇപ്പോൾ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ അങ്ങനെയൊന്നും ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ഏറ്റവും മ്ലേച്ഛമായിരിക്കുന്ന ഒരു പ്രവൃത്തി അമേരിക്കയുടെ പ്രസിഡന്റ് ചെയ്തിരിക്കുന്നു. മനുഷ്യ വിസർജ്യം വിമർശിക്കുന്നവരുടെ തലയിലേക്ക് വിമാനത്തിലൂടെ കോരി ഒഴിക്കുന്ന തരത്തിലാണ് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ കാണുന്നത്. അതിൻ്റെ ഫുട്ടേജൊക്കെ ലോകാടിസ്ഥാനത്തിൽ വലിയ രീതിയിൽ പ്രചരിക്കുകയാണ്. ഇപ്പോഴും അങ്ങനെയാണ്. സോഷ്യൽ മീഡിയ അത് ആഘോഷിക്കുകയാണ്, കൊണ്ടാടുകയാണ്. ഇതൊരു അമേരിക്കൻ, ഇതിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ സംവിധാനം വെച്ചുകൊണ്ട് വീഡിയോ ഉണ്ടാക്കി എന്നുള്ളതല്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ട്രൂത്തിൽ അത് പ്രചരിച്ചു എന്നുള്ളതാണ് ഗൗരവകരമായിരിക്കുന്ന വിഷയം. വിമർശകർ സ്വാഭാവികമായിട്ട് ഇത്തരം പ്രവൃത്തികളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ അതൊരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് പ്രചരിപ്പിക്കാറില്ല എന്ന് മാത്രമല്ല, ഇത്തരം പ്രവൃത്തി ചെയ്യുന്നവർക്ക് എതിരെ നിയമ നടപടി സ്വീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അത് ട്രംപിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ആ തരത്തിലാണ് ഇതിൻ്റെ വിമർശന രീതികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് അമേരിക്കൻ രാജ്യത്തെ, അവിടുത്തെ ജനങ്ങളെ മൊത്തത്തിൽ അപമാനിക്കുന്ന ഒരു പ്രവർത്തനമാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ചെയ്തിരിക്കുന്നത്. ശത്രുപക്ഷത്തുള്ള രാജ്യം പോലും, ആ 2-3 രാജ്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട്. ഒന്ന് റഷ്യയുടെ പറഞ്ഞിട്ടുണ്ട്, ഈ ഇറാനെ പറഞ്ഞിട്ടുണ്ട്, ചൈനയെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാലത്തും അമേരിക്കയുടെ നയങ്ങളോടും നിലപാടിനോടും വിരുദ്ധമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുകയും വിരുദ്ധ ചേരിൽ നിൽക്കുകയും ചെയ്യുന്ന ശത്രുപക്ഷത്തുള്ള രാജ്യം പോലും ചരിത്രത്തിൽ ഇന്ന് വരെ ഇത്രയും മ്ലേച്ഛമായിരിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല, ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അവരുടെ സോഷ്യൽ അക്കൗണ്ടിൽ അവരുടെ രാജ്യത്ത് പോലും ഇത്തരം പ്രവർത്തനങ്ങൾ പ്രചരിക്കുന്നില്ല എന്നുള്ള കാര്യം ട്രംപ് മറന്നു പോകുന്നു എന്നുള്ളതാണ് ബൈഡൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു. വൈകാരികമായിരിക്കുന്ന പ്രതികരണമാണ് മുൻ പ്രസിഡൻ്റായിരിക്കുന്ന ജോ ബൈഡൻ നടത്തിയിരിക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിച്ച രീതിയിൽ അല്ല ഇത്തരം കാര്യങ്ങൾ. രാജ്യത്തിലെ ജനങ്ങളെ, രാജ്യത്തിൻ്റെ പ്രസിഡന്റ് തന്നെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ എവിടെയും കേൾവി പോലും ഇല്ലാത്ത കാര്യമാണ്. എന്ത് പറ്റിയിരിക്കുകയാണ് ഇദ്ദേഹത്തിന് എന്ന് പോലും അദ്ദേഹം ചോദിക്കുന്നു. എന്നാൽ ഇവിടുത്തെ വിഷയം ഇങ്ങനെയാണ്. ട്രൂത്ത് സോഷ്യലിൽ ഇപ്പോഴും ആ വീഡിയോ ഒഴിവാക്കിയിട്ടില്ല എന്നൊരു പക്ഷം പറയുന്നു. എന്നാൽ മറ്റൊരു പക്ഷം പറയുന്നത് അത് കുറച്ച് മുമ്പ് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ തന്നെ 2 അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായിരുന്നാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അമേരിക്കയുടെ പൗരന്മാരുടെ നിലപാട് എന്ന് പറഞ്ഞാൽ അവർ രാജ്യത്തിൻ്റെ പുരോഗതിക്കും രാജ്യത്തിലെ തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട വിഷയം പരിഹരിക്കാനും മറ്റ് സാമൂഹികപരമായിരിക്കുന്ന മാറ്റങ്ങൾ സൃഷ്ടിക്കാനും വേണ്ടി ശ്രമിക്കേണ്ട ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് മറ്റു ലോക രാജ്യങ്ങളുടെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അവിടെ സംഘർഷാവസ്ഥയും വിഷയങ്ങളും ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. നമ്മുടെ രാജ്യമാണ് യഥാർത്ഥത്തിൽ കൃത്യമായ രീതിയിൽ വിഷയങ്ങളുള്ള രാജ്യം.
ഇവിടെയാണ് പ്രതിസന്ധികളുള്ളത്, സാമ്പത്തിക മാന്ദ്യങ്ങളുള്ളത്, സാമ്പത്തിക തകർച്ചയുള്ളത്, തൊഴിലില്ലായ്മയുള്ളത്. അങ്ങനെ തുടങ്ങിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് പറയുന്നുണ്ട്. മറ്റു ലോകരാജ്യങ്ങളുടെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ആയുധങ്ങൾ നൽകിക്കൊണ്ട് പണം സ്വരൂപിക്കുന്നതിനേക്കാൾ നല്ലത് യഥാർത്ഥത്തിൽ വികസന സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് വേണ്ടി പണം ചിലവഴിക്കുകയാണ് വേണ്ടത്. അപ്പോൾ യുദ്ധവും കെടുതിയും അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഊന്നിരിക്കുന്ന ഒരു പ്രവർത്തനത്തിൽ ട്രംപ് മാറി നിൽക്കണം. ഇപ്പോൾ നടക്കുന്ന 2 യുദ്ധത്തിലും അമേരിക്കയുടെ പ്രസിഡന്റിൻ്റെ രക്തപങ്കിലമായിരിക്കുന്ന കൈകളുണ്ട്. ആ കൈപ്പത്തി കൊണ്ടാണ് അവരെ ചെയ്തത് എന്ന് പോലും ട്രംപിനെ വിമർശിക്കുന്നവർ ഇപ്പോൾ സജീവമായി വന്നിരിക്കുകയാണ്. ഏതായിരുന്നാലും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതി, അതായത് കനമുള്ള കാര്യങ്ങൾ മറ്റു ലോക രാജ്യങ്ങളുടെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പറയാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ് യഥാർത്ഥത്തിൽ ആ രാജ്യത്ത് ഇപ്പോൾ ട്രംപ് ഉണ്ടാക്കിയത് എന്ന വിമർശനമാണ് ഇപ്പോൾ സജീവമായിരിക്കുന്നത്. മറ്റു ലോക രാജ്യങ്ങൾ ചോദിക്കുന്ന വളരെ കൃത്യമായിരിക്കുന്ന ഒരു ചോദ്യം ഇവിടെ ബാക്കി വരുന്നു. നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തുള്ള പ്രശ്നങ്ങൾ തീർത്തിട്ട് വരൂ, ഞങ്ങളുടെ രാജ്യത്തെക്കുറിച്ച് ഞങ്ങൾ തീരുമാനിച്ചോളാം, അല്ലെങ്കിൽ പിന്നീട് സംസാരിക്കാം എന്ന് മറ്റു ലോക രാജ്യങ്ങൾ പറയുന്ന ഇടത്തേക്ക് കാര്യങ്ങൾ ട്രംപ് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് മറ്റ് വിഷയങ്ങളിൽ മറ്റു ലോക രാജ്യങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാതെ രാജ്യത്തിനകത്തേക്ക് വന്നുകൊണ്ട് ഇവിടുത്തെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുകയാണ് യഥാർത്ഥത്തിൽ നിലവിൽ ട്രംപ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പ്രക്ഷോഭകാരികളും പ്രതിഷേധക്കാരും മുദ്രാവാക്യം വിളിച്ചുകൊണ്ടും അവർ ട്രംപിനെ വിമർശിച്ചുകൊണ്ടും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്.